തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയമം അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നവർക്കും പൊസിഷനിലിരിക്കുന്നവർക്കും, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ മന്ത്രിമാർ വരെയുള്ള പൊസിഷനുകളിൽ ഇരിക്കുന്നവർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും തിരഞ്ഞെടുക്കുന്നത് ഹിന്ദു അംഗങ്ങളായിട്ടുള്ളവരാണ് ക്യാബിനറ്റിൽ. ഇതാണ് നിയമവും. ആ നിയമമാണ് ഡോക്ടർ ബി അശോക് IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പറയുകയും കെ ജയകുമാറിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ IMGയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്ന IAS കേഡറിലുള്ളൊരു പോസ്റ്റിനെ IASൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള കെ ജയകുമാർ അവർക്ക് ഡയറക്ടർ റാങ്കിലേക്ക് താഴ്ത്തി പോസ്റ്റ് റീഡെസിഗ്നേറ്റ് ചെയ്ത് കൊടുത്തതിനെയും ഡോക്ടർ ബി അശോക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ജയകുമാറിൻ്റെ പിന്നാലെ അശോക് ഇങ്ങനെ പോകുന്നതിന് ഒരു കാരണം, വെറ്റിനറി സർവകലാശാലയുടെ VC ആയി ഡോക്ടർ ബി അശോക് ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ കെ ജയകുമാർ ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം അതിനകത്ത് ഇടപെടുകയും കുറേ ഫയൽ വർക്കൊക്കെ നടക്കുകയും ചെയ്തു. അങ്ങനെ ഡോക്ടർ ബി അശോകിന് ചില പ്രതിസന്ധികൾ വരികയും ചെയ്തിരുന്നു. ഞാൻ പല കാര്യങ്ങളും നേരിട്ട് അറിയാമെന്നുള്ളതായിരുന്നു. ആ കാലഘട്ടത്തിൽ സെക്രട്ടേറിയറ്റിലൊക്കെ പോകുമ്പോൾ IASകാരുടെ ഇടയിൽ കൊച്ചു വർത്തമാനം പറയുന്ന കഥാപാത്രങ്ങളായിരുന്നു ഈ കെ ജയകുമാറും അതുപോലെ തന്നെ ഡോക്ടർ ബി അശോകൊക്കെ. അപ്പോൾ നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അറിഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അവരെയൊന്നും പേര് പറയുന്നില്ല. അപ്പോൾ ഡോക്ടർ ബി അശോകിനെ അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഒക്കെ ആ ഫയലൊക്കെ തരണം ചെയ്ത് കൊടുത്തത് വലിയ ഉപദ്രവമാണ് കെ ജയകുമാർ ചെയ്തതായിട്ട് അന്ന് പറഞ്ഞു കേട്ടത്. ശരിയോ തെറ്റോന്നും എനിക്കറിയത്തില്ല. അവർ തമ്മിലുള്ള കുടിപ്പക എന്തെന്നും നമുക്കറിയത്തില്ല. എന്തായാലും കെ ജയകുമാറിന് ഡോക്ടർ ബി അശോകിന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും അതുപോലെ PK മൊഹന്തി അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്നു. PK മൊഹന്തിയുടെ ചീഫ് സെക്രട്ടറിയായ അദ്ദേഹത്തിൻ്റെ ഫയൽ എഴുത്തും കൂടെ എല്ലാം കൂടി കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കപ്പെട്ടത്. അതിലാരാണ് ശരി, ഡോക്ടർ ബി അശോകാണോ ശരി, ജയകുമാറാണോ ശരി എന്നതിൻ്റെ മെരിറ്റ് എനിക്കറിയില്ല. എന്തായാലും അന്ന് മുതലേ ഈ ഒരു ഗുരുതരമായ ഒരു കുടിപ്പക ഇവർ തമ്മിലുണ്ട്. ഡോക്ടർ ബി അശോക് ഇപ്പോൾ കേസ് കൊടുത്തത് ഒരു പൊതു താല്പര്യം എന്നുള്ള ഒരു ഹിന്ദു എന്നുള്ള നിലയിലായിരിക്കില്ല കൊടുത്തത്. കാരണം അങ്ങനെ കൊടുത്ത കെ ജയകുമാറിന് വരെ മറ്റൊരാളിനാണ് ഈ ചാർജ് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ബി അശോക് കേസിന് പോകില്ലായിരിക്കാം. കാരണം ഡോക്ടർ ബി അശോക് അല്ല ശരിക്കും ഇതിനകത്ത് അശോകിന് കേസിന് പോയതുകൊണ്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അദ്ദേഹത്തിന് പോകാം. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഹിന്ദു എന്നുള്ള നിലയിൽ, ഒരു പൗരൻ എന്നുള്ള നിലയിലൊക്കെ പോകാം. സർക്കാരിലിരിക്കുന്നവർ സർക്കാരിൻ്റെ നിയമങ്ങളെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പലരും കോടതിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം തന്നെ 6-7 കേസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 6ഓളം കേസോ മറ്റു വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞ് വിധിയൊക്കെ വാങ്ങിയിട്ടുമുണ്ട്. പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രതിപക്ഷം എവിടെയാണ്? ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്താണ്? ശരിയോ തെറ്റോ? BJP എവിടെയാണ്? അവർ ഇതിനകത്ത് ശരിയെന്നോ തെറ്റെന്നോ എന്തെങ്കിലും നിലപാടുകൾ പറയണ്ടേ? അതെന്തുകൊണ്ട് പറയുന്നില്ല? പിന്നെ ഡോക്ടർ ബി അശോകിൻ്റെ മറ്റൊരു ആരോപണം, മലയാള സർവകലാശാല തുടങ്ങാൻ സമയത്ത് എന്തിന് VC ആക്കി? ബിച്ചു തിരുമല പാട്ടെഴുതിയ ബിച്ചു തിരുമല ആക്കവോ ചോദിച്ചതിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഡോക്ടർ അശോകിനോടുള്ള ആദരവ് നിലനിർത്തി പറയട്ടെ. താങ്കളെ വെറ്റിനറിയിൽ താങ്കൾ PhD ഉള്ള ആളാണ്, അല്ലെ ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ വെറ്റിനറി സർവകലാശാലയുടെ VC ആയിട്ടും സ്പെഷ്യൽ ഓഫീസറായിട്ട് വെച്ച് പിന്നെ VC ആക്കി, ആദ്യത്തെ VC ആക്കിയത് ശരിയാണ്. പക്ഷേ കെ ജയകുമാർ IAS റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ആളാണ്. അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായിട്ടാണ് ഇരുന്ന ഒരു സർവകലാശാല VC ആക്കുകയല്ല ചെയ്തത്, സ്പെഷ്യൽ ഓഫീസറായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സർവകലാശാലകളും തുടങ്ങുമ്പോൾ ആദ്യത്തെ ഓഫീസർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഫീസറായിരിക്കും. അത് മിക്കവാറും സെക്രട്ടേറിയറ്റിലെ സീനിയർ ആയിട്ടുള്ള IAS ആരെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട. കാരണം ഇതിൻ്റെ ഭരണപരമായ നൂലാമാലകളെല്ലാം തീർക്കുന്നതിനും അതിന് ഷെയ്പ്പ് ചെയ്യുന്നതിനുമാണ്. പക്ഷേ ഷെയ്പ്പ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു സർവകലാശാല VC ആയി ചെറിയ കാലം കൊടുക്കുകയും ചെയ്യും. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുക്കുന്ന ഒരാളല്ലേ, അദ്ദേഹത്തിനൊരു ഓണർ എന്നുള്ള നിലയിൽ ആദ്യത്തെ സർവകലാശാല VC സ്ഥാനം കൊടുക്കും. അങ്ങനെ കൊടുത്തതാണ് കെ ജയകുമാറിന് എന്നുള്ള ഒരു പരിഗണന കെ ജയകുമാർ അർഹിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ IAS അസോസിയേഷനും ഇതിൻ്റെ മെരിറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല കെ ജയകുമാർ കൊള്ളാമോ, ഡോക്ടർ ബി അശോകാണോ നല്ലതെന്ന് ചർച്ച ചെയ്യുന്ന വിഷയമല്ല. നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വന്നിരിക്കുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, IAS അസോസിയേഷൻ്റെ നിലപാടറിയാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. BJPയുടെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാടറിയാനും താല്പര്യമുണ്ട്. ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഒരാൾ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും മരണം വരെ അവരുടെ സേവനങ്ങൾ വിവിധ രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് 60 വയസ്സിൽ റിട്ടയറായി പുറത്തു പോയി പ്രൊഫസറായി 90 വയസ്സിൽ അവിടുത്തെ ഏറ്റവും വലിയ അവാർഡ് വാങ്ങിയ ആളുകൾ വരെ ഉണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയിട്ടുള്ളവർ ഒരുപാട് പേർക്ക് പോസ്റ്റ് ഡോക്ടറിൽ, പഠന രംഗത്ത്, അധ്യാപക രംഗത്ത്, പല രംഗത്ത് കൊടുക്കാറുണ്ട്. സർവീസ് രംഗങ്ങളിൽ
അമേരിക്കയുടെ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ ഒരു ഉപദേഷ്ടാവ്, ന്യൂക്ലിയർ കാര്യങ്ങളിലൊക്കെ ഉപദേഷ്ടാവായി വെച്ചിരുന്നത് ശമ്പളത്തിനാണ്, ഫ്രീ അല്ല, ശമ്പളത്തിന് വെച്ചിരുന്നത്. 85 വയസ്സുള്ള ഒരാളായിരുന്നു അദ്ദേഹം. കേരളത്തിലും വന്ന് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ ഇതുണ്ട്. പക്ഷെ കേരളത്തിൽ 56 വയസ്സ് കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും 60 വയസ്സ് കഴിഞ്ഞാൽ സിവിൽ സർവീസുകാർക്കും IAS സ്ഥാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ പൊതുനയം എന്തെന്ന് IAS അസോസിയേഷൻ പറയണം. ടി ബാലകൃഷ്ണൻ റിട്ടയർ ആയതിനു ശേഷം എത്ര വർഷമാണ് ടി ബാലകൃഷ്ണൻ മറ്റാരുമല്ല ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമകനും അളിയനും നമ്മുടെ ഗണേഷ് കുമാർ മന്ത്രി KB ഗണേഷ് കുമാർ മന്ത്രിയുടെ അളിയനുമായിട്ടുള്ള ടി ബാലകൃഷ്ണൻ IAS എത്ര വർഷമാണ് തുടർച്ചയായി ഒരു സ്ഥാപനത്തിൻ്റെ MD ആയിരുന്നത്? ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വയസ്സ് എത്രയായെന്നും എനിക്കറിയത്തില്ല. രണ്ടാമത് അതുപോലെ തന്നെ K ജയകുമാർ 73-74 വയസ്സാകുന്നു. അദ്ദേഹത്തിന് തുടർച്ചയായി 60 ശേഷം 13 വർഷത്തോളം, അതായത് കേരള സർവകലാശാല 6 വർഷം അവിടെ കിട്ടി, തുഞ്ചൻ സർവകലാശാലയിൽ കിട്ടി. അതിനുശേഷം പിന്നെ തുടർച്ചയായി IMG ഡയറക്ടർ സ്ഥാനത്ത് കിട്ടി. ഇനി നിങ്ങൾ ലിസ്റ്റ് എടുക്കണം, IAS അസോസിയേഷൻ ലിസ്റ്റ് എടുക്കണം. നിങ്ങളൊരു നയം എടുക്കണം ഇതിനകത്ത്, അതാണ് പ്രധാനം. അല്ലാതെ നിങ്ങൾ K ജയകുമാറാണോ ആരാണ് ഓരോ ഏത് IAS കൊള്ളാം അയ്യോ എന്ന് പറയാൻ പാടില്ല. നിങ്ങളൊരു നയം പറയണം. എന്താ നിങ്ങളുടെ നയം? IAS കേഡറിലുള്ള പോസ്റ്റുകളിലേക്ക് ഒരു കാരണവശാലും റിട്ടയർ ആയ ആളുകളെ വെക്കാൻ പാടില്ല എന്ന് പറയും പോലെ തന്നെ നിങ്ങൾക്കൊരു പൊതുനയമുണ്ടോ? കാര്യം പൊതുകാര്യങ്ങൾക്കാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. പൊതുനയമുണ്ടോ? എന്താണ്? ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, TK ജോസ് IAS, PH കുര്യൻ, അതുപോലെ തന്നെ പിന്നെ IPS ആരാണെങ്കിൽ നമ്മുടെ ലോക്നാഥ് ബെഹ്റ, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പേരെന്താ, പിന്നെ ടി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ കിഫ്ബിയിലിരിക്കുന്ന എബ്രഹാം, താങ്കൾക്ക് ഒരു വയസ്സായ ആളായിട്ട് തോന്നുന്നില്ല. K എബ്രഹാം ഒരു പ്രായമായ ആളായിട്ട് തോന്നുന്നില്ല. അവിടെ തന്നെ നിരവധി ആളുകൾ IAS റിട്ടയർ ആയവരിപ്പുണ്ട്. അപ്പോൾ ധാരാളം, ഞാൻ ഇനി ഓരോരുത്തരായിട്ട് പേര് പറയുന്നില്ല, ധാരാളം ആളുകൾ റിട്ടയർ ആയവർ വിവിധ ജോലികളിൽ ഇപ്പോഴും കയറിയിരിപ്പുണ്ട്. അവിടെയൊക്കെ IAS കേഡറൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ മറ്റ് കേഡറുകൾ വേണ്ടേ? എന്താണ് നിങ്ങളുടെ നിലപാട്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നിങ്ങൾ പറയേണ്ട മറ്റൊരു IAS അസോസിയേഷൻ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 56 വയസ്സിലോ 60 വയസ്സിലോ ഒരാൾ റിട്ടയർ ആയാൽ പിന്നെ അവരുടെ സേവനം സർക്കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളവർ, പ്രൊഫസർമാർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെർട്ടുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തൊക്കെ ദീർഘകാലം ഇപ്പോൾ ഇരുന്നൊരാളുണ്ടെന്ന് വിചാരിക്കുക, അവരുടെ സേവനം ദീർഘകാലം, ഇപ്പോൾ അധികാര വികേന്ദ്രീകരണം പറയുമ്പോൾ പ്രധാനമായി SM വിജയാനന്ദ അതിനകത്ത് നന്നായി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ നമുക്ക് പ്രയോജനപ്പെടുത്തുമോ സമൂഹം? അതുപോലെ 60 വയസ്സ് കഴിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ ആളുകളെ പ്രയോജനപ്പെടുത്തുമോ? അങ്ങനെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്തായിരിക്കണം അതിൻ്റെ ഒരു മാനദണ്ഡം? അത് സർക്കാർ ജോലി കൊടുക്കുമോ, കൺസൾട്ടൻസി ആണോ, കൺസൾട്ടൻ്റ് ആയിട്ടാണോ, അഡ്വൈസർ ആയിട്ടാണോ, എന്തായിരിക്കണം പൊതു മാനദണ്ഡം? ഇതിൽ IAS അസോസിയേഷന് വല്ല അഭിപ്രായമുണ്ടോ? അല്ലാതെ വ്യക്തിപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുള്ള ചക്കളത്തി പോരാട്ടമോ അല്ലെങ്കിൽ തമ്മിലർക്കമോ ഒന്നും നമുക്ക് താല്പര്യമില്ല. പൊതുജനങ്ങൾക്കും ഒരു താല്പര്യവുമില്ല. ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ വരികയും പിന്നെ ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ, ഇപ്പോൾ ഡോക്ടർ ബി അശോക് ഒരുപക്ഷെ അങ്ങോട്ട് പോകില്ലായിരിക്കാം, ബാക്കി പല IAS അസോസിയേഷനിലുള്ള ആളുകളും ഒക്കെ തന്നെ റിട്ടയർ ചെയ്യുമ്പോൾ അതിന് അവസാന വർഷം നിങ്ങൾ പിന്നെ വീണ്ടും സർക്കാരിന് ഒപ്പിച്ച് നിന്നിട്ട് സർക്കാരിൽ നിന്ന് കാര്യങ്ങൾ നേടും. ബിശ്വാസ് മേത്ത എന്ന് പറയുന്ന IAS സെക്രട്ടേറിയറ്റിനകത്ത് തീപിടുത്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിച്ചു, ഫയലുകൾ ഇറങ്ങി വന്നു. ആദ്യമായിട്ടാണ് ചീഫ് സെക്രട്ടറി താഴെ ഇറങ്ങി വന്ന് പത്രക്കാരെയൊക്കെ തള്ളിപ്പറഞ്ഞ് കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കി. ബിശ്വാസ് മേത്തയ്ക്ക് വിവരാവകാശ കമ്മീഷണറായിട്ട് ചെയർമാനായിട്ട് ജോലി കിട്ടി. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർക്കും ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ലാസ്റ്റ് പോയിന്റ് അവസാനിപ്പിക്കാം. 2 IAS റിട്ടയർ ആവുന്ന വർഷത്തിൽ ഞാൻ അവരോട് എനിക്കൊരു നയപരമായ ഒരു കാര്യത്തിൽ ഞാൻ സംസാരിച്ചു. സാർ, ഇങ്ങനെ നയപരമായൊരു പ്രശ്നമുണ്ട് സാർ, അത് തീരുമാനമെടുക്കണം എന്ന് ഞാൻ 2 വിഷയങ്ങളിൽ സംസാരിച്ചു. 2 IAS രണ്ടുപേരും പറഞ്ഞത്, മിസ്റ്റർ സുഭാഷ്, ഞാൻ റിട്ടയർ ആയാൽ എനിക്ക് ഏതെങ്കിലും ഒരു പൊസിഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അവസാന വർഷം തീരുമാനങ്ങളൊന്നും എടുക്കില്ല, ഭരണ ഫയലിന് ഒപ്പിച്ച് ഞങ്ങൾ ഒപ്പിട്ട് വിടും. ഇതാണ് IAS അവിടെ സെക്രട്ടറി നിങ്ങൾ ഡെറാഡൂണിൽ കൊടുക്കുന്ന കോച്ചിങ് അല്ല, കേരള സെക്രട്ടേറിയറ്റിൽ കൊടുക്കുന്ന കോച്ചിങ്. അവസാന വർഷം പരമാവധി ഞാൻ വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ IAS ക്രിമി ലെയർ ആയതുകൊണ്ട് ഞാൻ വേറെ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. എന്തായാലും അങ്ങനെ നിൽക്കുന്നവർക്ക് അൽഫോൺസ് കണ്ണന്തൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, നിങ്ങൾ അവസാന വർഷത്തിൽ അടുക്കള സർവീസ് ചെയ്യുന്ന, ഇന്ത്യൻ അടുക്കള സർവീസ് എന്ന് മൊത്തത്തിലാണ് പറഞ്ഞത്, പക്ഷെ അതിലേക്ക് ഞാൻ അവസാന വർഷത്തിലേക്കെങ്കിലും അടുക്കള സർവീസ് ചെയ്യുന്ന രീതിയിലേക്ക് IASനെ മാറ്റാതെ ആത്മാഭിമാനമുള്ള ഒരു സംവിധാനമാക്കി IAS മേഖലയെയും IPS മേഖലയെയും കേരളത്തിലെ പൊതു സർവീസ് സിവിൽ രംഗത്തെയും മാറ്റിയെടുക്കാൻ IAS അസോസിയേഷൻ മുന്നിലുണ്ടോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ജയകുമാറിനെതിരെ ആയാലും ആർക്കെതിരെയായാലും അതിൽ മെരിറ്റുണ്ട്. അല്ലാത്ത ചക്കളത്തെ പോരാട്ടങ്ങൾ കാണാൻ കേരള സമൂഹത്തിന് താല്പര്യമില്ല. അതിനകത്ത് ഒരു പിന്നെ വകതിരിവിൻ്റെയോ
വകഭേദത്തിൻ്റെയോ ന്യായീകരണത്തിൻ്റെയോ വിഷയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷവും BJPയും ഒക്കെ എടുക്കാത്ത എന്ത് എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ കൗതുകം. അതുപോലെ തന്നെ എടുക്കണോ വേണ്ട എന്നുള്ളത് അവരുടെ വിഷയമാണ്. എന്നാലും പൊതുവായ ഒരു മാനദണ്ഡം ഉണ്ടാവണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് 56 വയസ്സിൽ റിട്ടയർ ആയാലും 60 വയസ്സിൽ ഒരാൾ പെൻഷൻ പറ്റിയാൽ റിട്ടയർ ആയാലും മരണം വരെ ഒരുപക്ഷെ ആംബുലൻസിലുള്ള എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സമയം വരെ അവരുടെ അഡ്വൈസും സാങ്കേതിക വിദ്യയുമൊക്കെ സർക്കാരിനും പൊതുസമൂഹത്തിനും പ്രയോജനപ്പെടുത്താം എങ്കിൽ അത് പ്രയോജനപ്പെടുത്തണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷേ പലരുടെയും കേഡർ നഷ്ടപ്പെടാൻ പാടില്ല, IASകാരുടെ കേഡർ നഷ്ടപ്പെടാൻ പാടില്ല, യുവത്വത്തിന് തൊഴിൽ നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു രീതി എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അപ്പോൾ ഏത് പൊസിഷനിലേക്ക് ഇവരെ പൊസിഷൻ ചെയ്യണം എന്നുള്ളതും എന്ത് ശമ്പളം കൊടുക്കണം എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് IAS അസോസിയേഷൻ്റെയും കൂടി അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പൊതുജനങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ട്. അവരും കൂടി പറഞ്ഞിട്ടാണ് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് ഈ വീഡിയോ കൂടി ചെയ്യുന്നത്. ഇത് IASകാർ കാണുകയും നിങ്ങൾ അസോസിയേഷനിൽ ഇതൊരു ഗൗരവമായ അജണ്ടയായി ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.